ആദ്യ അനുവാദം കൊടുത്തത് ആ ചുടികളൊന്ന് വിടർന്നിട്ടുണ്ട്. എനിക്ക് കാണാൻ തോന്നി. പതിയെ പറഞ്ഞു തുടങ്ങിയതും നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെ തോന്നിയവന്. അവൾക്കുള്ളിലെ തന്റെ സ്ഥാനമാണ് ആ വാക്കുകൾ എന്ന് ഓർക്കും തോറും അവന്റെ ഹൃദയം തുടികൊട്ടി. ആഹാ, പിന്നെ പിന്നെ ഒന്നുമില്ല, വെറുതെ കണ്ടാ മതി. നിഷ്കളങ്കമായി തന്നെ അവിടെ മറുപടി വന്നതും ആദ്യ ഒരു ചിരിയോടെ അവളെയും കൊണ്ടൊന്ന് മറഞ്ഞ് പെണ്ണിനെ തനിക്കടിയിലാക്കിക്കൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. പക്ഷേ എനിക്ക് അങ്ങനെയല്ലല്ലോ അപ്പു. ആദ്യ ഒരു കുറുമ്പോടെ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ കണ്ണുകൾ വിടർത്തി നോക്കിയതേയുള്ളൂ പെണ്ണ്. മനസ്സിലായില്ലേ എന്റെ പൊന്നിന്? ഇല്ലെന്ന് തലയാട്ടിയതും ആദ്യ ഒരു ചിരിയോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചു. നിന്റെ ആദ്യേട്ടനെ നിന്നെ കണ്ടാ മാത്രം പോരെന്ന്. പിന്നെ കുറുമ്പോ കുസൃതിയോ ഒന്നുമല്ല അവളെ. അവൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വ്യക്തമാവാത്തതിന്റെ സംശയം മാത്രമാണ്. എനിക്കെന്റെ മുത്തിനെ ഇങ്ങനെ സ്നേഹിക്കാൻ തോന്നും. പതിയെ പറഞ്ഞുകൊണ്ട് തുടുത്ത കവിളിൽ ചുണ്ടുകൾ അമർത്തി വെച്ചവൻ. മീരയുടെ മിഴികൾ അടഞ്ഞുപോയി. ആദിയുടെ ഷർട്ടിൽ അവളുടെ കൈകൾ ചുളിവുകൾ വീഴ്ത്തി. ഒത്തിരി ഉമ്മ വയ്ക്കാൻ തോന്നും. മറുകവിളിലും ചുംബിച്ചതും നുണക്കുഴി കാണിച്ച ഒരു ചിരി വിടർന്നു പോയ അവളിൽ. നീ എന്നെ ചീത്തയാകും പെണ്ണേ. കവിളിൽ ആഴത്തിൽ തെളിയുന്ന കുഞ്ഞുകർത്തത്തിൽ ചൂണ്ടുവിരൽ കൊണ്ടൊന്ന് കുത്തി പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവനെ നോക്കി നിന്നവൾ. അപ്പു, എന്റെ കിളിക്കുഞ്ഞേ, എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്നറിയോ. ശരിക്കും നിന്നെ കൊണ്ട് എവിടേക്കെങ്കിലും ഓടി ഒളിക്കാൻ തോന്നി പോവാ. എന്തിനെന്ന പോലെ ഒന്ന് നോക്കി അവൾ മുഖമൊന്ന് കുനിച്ച് കാതിലായി അമർത്തി ചുംബിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് പിടഞ്ഞു പോയവൾ. ആദ്യ ചുംബിക്കുന്നതിനനുസരിച്ച് അവളുടെ ഏങ്ങലുകൾ ഉയർന്നു. പില്ലോയിലേക്ക് മുഖം അമർത്തി വെച്ച് കുഞ്ഞു കൈകളാൽ അവനെ മുറുകെ പിടിച്ചു മീര. പെട്ടക്കല്ലേ കുഞ്ഞേ, ഭ്രാന്ത് പിടിച്ചു പോയി എനിക്ക്. ഒത്തിരി സ്നേഹിക്കും ഞാൻ നിന്നെ. എന്നിലേക്ക് മാത്രമായി ചേർത്തു പോവും. കിതപ്പോട് അവൾ അടക്കി പിടിച്ചുകൊണ്ട് പറയുമ്പോൾ വന്യമായ ആ മിഴികൾ ഒന്ന് തിളങ്ങി. പ്രണയം അതിൻ്റെ തീവ്രതയേറി അവൻ്റെ സിരകളിൽ പടർന്ന് കയറിയതുപോലെ, ഉള്ളിലെ ചെകുത്താൻ സടകുടഞ്ഞെഴുന്നേൽക്കാൻ ഒരുങ്ങുന്നത് പോലെ മുഷ്ടി ചുരുട്ടി അവളുടെ കഴുത്തിൽ മുഖം അമർത്തി വെച്ച് കിടന്നു ആദി. ഏറെ നേരം ഏറിയ മിടിപ്പ് താളത്തിലാകുവോളം അവനേകിയ ചുമന ചൂടിൽ മയങ്ങിപ്പോയവൾ ആദിയുടെ ഭാവങ്ങൾ ഏതറിഞ്ഞതുമില്ല. തനിക്ക് മുന്നിൽ മാത്രം ദേവനാകുന്നവൾ, ചിരിയോടെയും വാത്സല്യത്തോടെയും ചേർത്ത് പിടിക്കുന്നവൻ, തന്നോടുള്ള അടങ്ങാത്ത പ്രണയത്തിൽ മറ്റൊരാളായിത്തീരുന്നു. അപ്പു, നിമിഷങ്ങൾക്ക് ശേഷം ആദ്യം മുഖം തെല്ലെന്നുയർത്തി വിളിച്ചതും മിഴികളടച്ച് ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയുമായി കിടന്നുകൊണ്ടവൾ പതിയെ ഒന്ന് മൂളി. ചുവന്ന് കലങ്ങിയ കണ്ണുകളുമായി അവളിലെ ഓരോ ഭാവങ്ങളും ഹൃദയത്തിലേറ്റിയവൻ. എനിക്ക് നിന്നെ വേദനിപ്പിക്കാൻ തോന്നിപ്പോകുന്നു പെണ്ണേ. വരിഞ്ഞ് മുറുക്കി എന്നിലെ പ്രണയം മുഴുവൻ അതിൻ്റെ തീവ്രതയോടെ നിന്നെ അറിയിക്കാൻ തോന്നുന്നു. ഉള്ളാരെ പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടും നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചവൻ. ഹൃദയത്തിൻ്റെ ഒരു പാതി അവളോടുള്ള വന്യമായ പ്രണയമാണെങ്കിൽ മറുപാതി വാത്സല്യമാണ്, സ്നേഹവും കരുതലുമാണ്. അവളിപ്പോൾ എൻ്റെ സംരക്ഷണയിലാണുള്ളത്. അയാൻ ശ്വാസദേവ്, നിന്റെ അനുജത്തി മീര ചന്ദ്രശേഖർ, സോറി മീര വാസുദേവ്. അവൾ എൻ്റെ വീട്ടിലുണ്ട്. തനിക്ക് ചുറ്റും നടക്കുന്നൊന്നറിയാത്തൊരു പാവം പെണ്ണ്. ഇനിയും നിന്റെ മൗനം തുടർന്നു പോയാ ഇവിടെ കൊണ്ടുവരും ഞാൻ അവളെ നിനക്ക് മുന്നിൽ. അവിടെ അപ്പയെന്ന് അവൾ വിശ്വസിക്കുന്ന ആളുടെ കൊലപാതകയായി നിന്നെ നേരിട്ട് കാണിച്ചു കൊടുക്കാൻ. ആയുഷ് അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ മിഴികൾ ഇറുകെ അടച്ചു കളഞ്ഞവൻ. തന്റെ വാക്കുകൾ കൃത്യമായി ലക്ഷ്യത്തിൽ തന്നെ ചെന്നെന്നറിഞ്ഞതും ആയുഷിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അടുത്ത നിമിഷം തന്നെ അത് മായുകയും ചെയ്തു. ചുണ്ടിലൂറിയ വന്യമായ ചിരിയോടെ മുഖമുയർത്തി നോക്കുന്നവൻ, ആ കണ്ണിൽ കനലിരിയുന്നത് പോലെ. ഹെയ്സൽ നിറമാർന്ന മിഴികളിൽ പകയും പ്രതികാരവും ചുലിച്ചു. ഈ IPS പദവി നിന്റെ ജീവന് നിനക്ക് വലുതാണെങ്കിൽ ഒരിക്കലും നീ പറഞ്ഞത് പ്രവർത്തിച്ച് കാണിക്കില്ല മിസ്റ്റർ ആയുഷ് വർമ്മ. പതിയെങ്കിലും മുരൾച്ചയോടെയുള്ള വാക്കുകൾ വല്ലാത്തൊരു തീവ്രത നിറഞ്ഞിരുന്ന അവയിൽ. ആയുഷ് ഒരു പകപ്പോടെ അവൻ ഉറ്റുനോക്കി. ഇത്രയും ശരീരം നൊന്നിട്ടും അവനിൽ അസാമാന്യമായ പെരുമാറ്റം. ആ വേദന പോലും അവൻ അറിയുന്നില്ലെന്ന് തോന്നി. ഉറക്കെയുള്ള ചിരിയായിരുന്നു ആയുഷിനുള്ളവന്റെ മറുപടി. നിയന്ത്രിക്കാനാവാത്ത വിധം ദേഷ്യം നിറഞ്ഞതും ആയുഷ് അവന് നേരെ വീണ്ടും കൈയുയർത്തി. അടുത്ത നിമിഷങ്ങളിൽ നിന്നുറങ്ങുന്ന വേദനയോടെ ആയുഷിന്റെ അലർച്ച ആ റൂമിൽ ഉയർന്നു. ഒരുക്കുപോലുള്ള കൈകൾ കൊണ്ട് ആയുഷിന്റെ കയ്യിൽ അൻഷിന്റെ പിടുത്തം വീണിരുന്നു. നീ തല്ലിയതെല്ലാം ഞാൻ കൊണ്ടുവന്നത് തിരിച്ചടിക്കാൻ അറിയാത്തോണ്ടാണെന്ന് കരുതിയോ നീ? നിന്റെ മുന്നിലേക്ക് തെളിവുകൾ ഓരോന്നായിട്ട് ഞാൻ കീഴടങ്ങിയത് ആ
അവനെ കൊന്നുകളിയുള്ള ശിക്ഷ ഏറ്റെടുത്ത് ജയിലിൽ പോയി കിടക്കാനാവുന്ന കരുതിയോ? കയ്യിലെ പിടുത്തം വിടാൻ തന്നെയാണ് അവന്റെ ചോദ്യം. ആയുഷിന്റെ അലർച്ച അത്രയും ഉയർന്നിട്ടും പുറത്തുനിന്ന പോലീസുകാരിൽ ഒരാൾ പോലും ആ റൂമിനുള്ളിലേക്ക് കയറി വന്ന് നോക്കിയില്ല. അൻഷ അവന്റെ കൈയുള്ള പിടിയച്ചുകൊണ്ട് നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. ഒരലർച്ചയോടെ പുറകിലേക്ക് മലർന്നടിച്ച് വീണവൻ. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇതെല്ലാം എന്നല്ലേ എനിക്കറിയണമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞ് എവിടെയാണെന്ന്. ഒരു ഹാൻഡിക്യാപ്ഡാണ് കൾപ്രിറ്റ് എന്ന് നീ കണ്ടെത്തിയെന്നറിഞ്ഞ നിമിഷം ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു അവൾ എവിടെയാണെന്ന് നിനക്കറിയാമെന്ന്. അത് നീയായിട്ട് പറയാൻ വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് മുഴുവൻ. ആയുഷിന്റെ നെഞ്ചിൻ കൂടിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ട് ആൻഷ് പറഞ്ഞു നിർത്തുമ്പോൾ ഒറ്റുകാർ തനിക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള തിരിച്ചറിയില്ലായിരുന്നു ആയുഷ്. നീ ആരാ? വേദനക്കിടയിലും വാക്കുകൾ പെറുക്കിയെടുത്തുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ അൻഷിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. ഞാനോ? കണ്ടെത്തിയില്ലേ നീ? അയാൻഷ് വാസുദേവ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ക്യാപ്റ്റൻ അയാൻഷ് വാസുദേവ്. ഐ ആം എ സോൾജിയർ. നീ പറഞ്ഞ മീര വാസുദേവിന്റെ രണ്ടാമത്തെ ചേട്ടൻ.